ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് പരിപ്പ് കുത്തിക്കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് നന്നായിട്ട് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കും. അതിന് ശേഷം വലിയ ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ചുവന്ന മുളകും കൂടി നന്നായി ചതച്ചിട്ട് എണ്ണയിൽ വഴറ്റും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് പരിപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. സിമ്പിൾ കറിയാണ്. പിന്നെ പരിപ്പ് കാച്ചിയതും പിന്നെ മീനുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം ആ വീടിൻ്റെ അവിടേക്കുള്ള വഴി ശരിയാക്കുന്നുണ്ട്. നമ്മുടെ JCB തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അതിന് ശേഷം JCB നിർത്തിയിട്ട് ഡ്രൈവർ പോയി കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ മേലെ വന്ന് നോക്കിയതാട്ടോ. വീടിൻ്റെ മേലെ ഇന്നും 4 പുറം നോക്കാൻ നല്ല രസമാണ്. പാടാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. കുറച്ച് നേരം അവിടെ നിന്ന് മെയ്യായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രൊമോട്ടം വന്നിട്ട് ഞങ്ങൾ മണ്ണാർക്കാട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ സാധനങ്ങളൊക്കെ മണ്ണാർക്കാട് പോയിട്ടാണ് മേടിക്കാറ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറി മേടിക്കുന്ന കടയാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിലും പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി പച്ചക്കറി സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇന്നെല്ലാം കൂടി മേടിക്കാം. പിന്നെ വൈകുന്നേരം പ്രൊമോട്ടം വന്നു കഴിഞ്ഞാലാണല്ലോ ഒഴിവുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയാണ് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ പോവാറ്. ഷോപ്പിംഗ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അല്ലാതെ ചിലർ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പ്രൊമോട്ടം വന്നു കഴിഞ്ഞാൽ ഞാനും മിഴിയും ഒക്കെ ഒന്നിച്ച് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം ഞാൻ പിന്നെ വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കവർ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നാശമാവില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബന്ധപ്പാടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് എനിക്ക് എന്നാലും അത് കുറച്ച് അതിൽ കെമിക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പിന്നെ എനിക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു സമാധാനമില്ലായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് അത് ജ്യൂസ് അടിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. മിഴി കുടിച്ചില്ല കേട്ടോ. അവൾക്ക് ജ്യൂസ് അവൾക്ക് ഒരു തവണയും മുന്തിരി ജ്യൂസ് കുടിച്ച സമയത്ത് പുറത്തുനിന്ന് കുടിച്ച സമയത്ത് അവൾ ഛർദ്ദിച്ചു. അത് കാരണം അവളിപ്പോൾ അത് കുടിക്കുന്നേ ഇല്ല. പിന്നെ ഇവർ കുക്കുംബർ അച്ഛനും മകളും കൂടി കുക്കുംബർ കഴിച്ചിട്ട് എന്തൊക്കെ ഇവിടെ കളിയും വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇനി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രമോട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ മിഴിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പണിയൊക്കെ ഒരുങ്ങി വന്നപ്പോൾ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് കിണിങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് കഥ പറഞ്ഞതാന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുക. അത് കെട്ടി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കെട്ടി വെക്കാനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.